ഞങ്ങളിവിടെ ദശമിയുടെ അന്ന് ഇതുപോലത്തെ 2 മീൻ പൂജിക്കാറുണ്ട്. വേറെയാണ് എടുക്കുന്നത്, പക്ഷേ ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ട്രഡീഷണൽ സാരി ഉടുത്ത് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആൽത്തയും ഇടുന്നുണ്ട്. അതില്ലാതെ ഒരു വല്ലാത്തൊരു എന്താ ഇല്ല പോലെ തോന്നാറുണ്ട്. പിന്നെ കയ്യിൽ മേലാഞ്ചി ഇടാത്തതുകൊണ്ട് ആൽത്ത വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് ഞാൻ. പിന്നെ ആണെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, ഈ 5-6 ദിവസം ഇത്രയും നല്ല ഹാപ്പി ആയി കിടന്നപ്പം നമ്മുടെ ദശമിയുടെ അന്ന് തന്നെ നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ എന്തോ പോലെ സങ്കടം, ആരോടൊക്കെ ചോദിച്ചാലും നല്ല സങ്കടം പോലെ തോന്നാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതിനി സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ പെൺപിള്ളേർ കല്യാണത്തിന് ശേഷം വിരുന്ന് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ഹാപ്പി അല്ലേ, പക്ഷെ പോകുന്ന ദിവസം എന്താ പോലെ വിഷമമല്ലയോ മനസ്സിൽ. അതുപോലെ തന്നെ ദുർഗാദേവി വന്ന ദിവസമൊക്കെ നല്ല അതായത് സന്തോഷമായിരിക്കും, പക്ഷെ പോകുന്ന ദിവസം നമുക്ക് എന്തോ ഒരു വല്ലാത്ത പോലെ വിഷമം. പിന്നെ ഇപ്പം കണ്ടില്ല, ഞാനിവിടെ അമ്മയെ ബോറോം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടല്ലോ അങ്ങ് കരിച്ചിൽ വരിക ചെയ്യുന്നത്. മുഖം കാണുമ്പോൾ തോന്നുന്നു അമ്മ കരിയെന്നാണ് തോന്നുന്നത്. പിന്നെ അമ്മയ്ക്കും സിന്ദൂരമൊക്കെ ഇട്ട് കൊടുത്ത് എണ്ണ തേച്ച് കൊടുത്ത് പിന്നെ മധുരം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അതുപോലെ തന്നെ സിന്ദൂരമൊക്കെ തൊട്ട് പിന്നെ നമ്മുടെ ഇവിടെ പാക്ക് കൊടുക്കുക കയ്യിലെല്ലാവരും, അങ്ങനെ ഞാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ എന്താണ് പറയുന്നത്, ഇങ്ങനെ അസുറിനൊന്നും നമുക്ക് ചെയ്യാനും തോന്നത്തില്ല, പക്ഷെ എന്നാലും അമ്മയുടെ കൂടെ വന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു നന കൊടുത്തു വെച്ച് എന്താ ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ എല്ലാവർക്കും സിന്ദൂരമൊക്കെ തൊട്ട് കൊടുത്ത് ഗണേശന് എണ്ണ തൊടാൻ വന്നപ്പം ഗണേശന് മുടിയില്ല, അങ്ങനെ തന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ സിന്ദൂരക്കളി ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ദീർഘായു അല്ലെങ്കിൽ നല്ല എന്താ പറയുന്നത് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരുടെ ഹസ്ബൻഡിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ സിന്ദൂരക്കളിയാകുമ്പോൾ ഒരു വർഷത്തിൽ ഒരെണ്ണം അല്ലേ ഒരു വട്ടമല്ലേ വരത്തുള്ളൂ. നല്ല സിന്ദൂരമൊക്കെ തന്നിട്ട് നല്ല രസമല്ല കാണാൻ, എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ എല്ലാവരുടെ റൂമിൽ എനിക്ക് ഇത് പഴയത് മാറ്റി പുതിയത് വെക്കും, എല്ലാ വർഷം അങ്ങനെയാണ്. പിന്നെ ഏറ്റവും സങ്കടപ്പെട്ട സ്ഥലമാണ്, അതായത് ഇതെന്ന് പറയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വന്നാൽ ചിലപ്പോൾ നിങ്ങളും കഴിയും. അമ്മയെ അങ്ങനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഒഴിച്ച് വിടുന്ന ആ ഒരു സമയമുണ്ടല്ലോ, തോന്നുന്നു വീട്ടിലെ മോൾ തന്നെ പോകുന്നു തിരിച്ച്. അതുപോലെ തന്നെ നമുക്ക് സങ്കടം വരാം. ഞാനൊക്കെ കരഞ്ഞിട്ടുമുണ്ട്, എത്രയോ പേര് അങ്ങനെ കരയാറുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്, എന്താ പറയാൻ. പക്ഷെ അമ്മയെ കൊണ്ടുപോകുമ്പോൾ അങ്ങ് നിന്നാൽ മതി അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അമ്മ ഇനി പോകട്ടേക്കിന് നിന്നാൽ മതി. പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ മലയിൽ പോയില്ല, എല്ലാവരും മേലയിൽ പോയിട്ട് വന്നതിന് ശേഷമാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു ആചാരമുണ്ട്, അതായത് എല്ലാ മുതിർന്നവരെല്ലാം കൊണ്ടുവന്ന മധുര ജിലേബിയോ ലഡുവോ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം റൂമിൻ്റെ അകത്ത് കയറാൻ. ഇതുപോലെ ഞങ്ങളുടെ ദുർഗാപൂജ തീർന്നു. ഇനി 1 വർഷം കാത്തിരിക്കാം.